ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് അർജുൻ ആയെങ്കിൽ വിരട്ടരുതെന്നും വളർന്ന പാർട്ടി വേറെയാണെന്നും ചെന്നിത്തലയോട് അർജുൻ. ഒളിവിലുള്ള എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ എന്ന് പോലീസിനെയും വെല്ലുവിളിച്ച് അർജുൻ ആയെങ്കിൽ. മഴ കടുക്കുന്നു. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രത. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. വടകര MDMA കേസിൽ കീർത്തനയ്ക്ക് വ്യക്തമായ പങ്കുള്ളതായി പോലീസ്. വാട്സാപ്പ് ചാറ്റുകളിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച. അക്കൌണ്ടുകളിലേക്ക് വലിയ തോതിൽ പണമെത്തി. കസ്റ്റഡി അപേക്ഷ കോടതിയിൽ. പാർലമെന്റ് മൺസൂൺ സമ്മേളനം 15ാം ദിവസവും പ്രക്ഷുബ്ധം. ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിലും ചർച്ച ആവശ്യം. മണ്ഡല പുനർനിർണയ ബില്ലിൽ നിലപാട് മയപ്പെടുത്തിയെന്ന അഭ്യൂഹങ്ങൾ തള്ളി DMK. ഹോർമുസിലെ ഇറാൻ ഒമാൻ കരാറിന് അമേരിക്ക വഴങ്ങുന്നുവെന്ന് സൂചന. അയഞ്ഞത് ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ടതോടെ ഇറാനുമായുള്ള സംഘർഷം വളരെ വേഗം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ്. കാവേരി നദീജല വിഷയത്തിൽ DMKയുമായി ചർച്ചകൾക്ക് തയ്യാറാകാതെ മുഖ്യമന്ത്രി വിജയ്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന ഉദയനിധി സ്റ്റാലിന്റെ ആവശ്യം തള്ളി. തമിഴ്നാടിനുള്ള അവകാശങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തില്ലെന്നും വിജയ്. ബംഗാളിൽ ലൌഡ് സ്പീക്കറുകൾക്കെതിരെ ശക്തമായ നടപടി തുടർന്ന് സർക്കാർ. 5000-ലേറെ ഹിന്ദു മുസ്ലിം ദേവാലയങ്ങളുടെ ലൌഡ് സ്പീക്കറുകൾ മാറ്റി. 4203 എണ്ണം മസ്ജിദുകളിൽ നിന്നും 1096 ക്ഷേത്രങ്ങളിൽ നിന്നും മാറ്റി. വിവേചനമില്ലാതെ ഒരുപോലെയാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ. മുസ്ലിം നേതാക്കൾ പ്രക്ഷോഭത്തിന്.